വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് രസമലായി ആക്കാൻ പോവുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയായ രസമലായി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടാക്കിയിട്ട് തിളപ്പിച്ചിട്ട് എടുക്കണം. നല്ല തിളക്കുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പോൾ തിളച്ച് വരുന്നുണ്ട്. ആ തിളച്ചിട്ട് വരുന്ന സമയത്ത് 2 സ്പൂൺ വിനാഗിരി ഇടുക. അഥവാ 2 സ്പൂണിൽ നിങ്ങൾക്ക് പാൽ പിരിഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ ഒഴിക്കുക. അപ്പോഴേക്ക് പാൽ നല്ല പിരിഞ്ഞിട്ട് വരും. അപ്പോൾ അതൊന്ന് വിനാഗിരി ഇട്ടിട്ട് കുറച്ചങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് ഇളക്കി കൊടുക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് ഇതുപോലെ അങ്ങോട്ട് പിരിഞ്ഞിട്ട് വരും. അപ്പോൾ എന്നിട്ട് നമുക്ക് ഒരു തുണിയോ അരിപ്പയോ വെച്ചിട്ട് അതിനെ നമ്മൾ അരിച്ചിട്ട് എടുക്കണം. കോട്ടൺ തുണിയായാലും മതി, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു അരിപ്പ ജ്യൂസെല്ലാം ആയിരിക്കുമല്ലോ അതുപോലത്തെ അരിപ്പയിൽ വെച്ചിട്ട് നിങ്ങൾ അരച്ചെടുത്തെങ്കിൽ മതി. എന്നിട്ട് ഞാൻ അവിടെ തുണിയിൽ കെട്ടിയിട്ട് നല്ല ഒന്ന് പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടുണ്ടാവും. അപ്പോൾ ആ വെള്ളമെല്ലാം ഒന്ന് ഊറി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ പൊടിയാക്കിയിട്ട് നല്ല ഒന്ന് ഒരു പ്ലേറ്റിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. നല്ല ഒന്ന് മിക്സ് ആക്കിയിട്ട് ചപ്പാത്തി മാവിൻ്റെ രൂപത്തിലാക്കിയെടുക്കുക. അപ്പോൾ ഇതുപോലത്തെ ഉരുളകളാക്കിയിട്ട് വെക്കുക. അപ്പോൾ ഇവിടെ ഞാൻ 1 ലിറ്റർ പാലിൽ 10ഓളം ഉരുളകളായി കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഞാൻ 1 കപ്പ് പഞ്ചാരത്തിന് 3 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഏത് കപ്പിലാണ് നിങ്ങൾ പഞ്ചാര എടുത്തിന് അതേ കപ്പിലാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പഞ്ചാര പാക്ക നല്ല തിളച്ച് വരുന്നുണ്ട്. ആ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ ഉരുളകളൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉരുളകളെല്ലാം ഇട്ട് കൊടുത്താൽ പിന്നെ ഒരു 5 മിനിറ്റ് നല്ല വേവിക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ലോണം കുറുക്കിയിട്ട് വേണം എടുക്കാൻ. അപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ട് നല്ല കുറുകി കിട്ടണം പാൽ. ഇതവിടെ പാത്രം നിറച്ചുകൊണ്ടായിനി പാൽ, അതിപ്പോൾ പകുതി ആയിട്ടുണ്ട്. നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചാര ഇട്ട് കൊടുക്കാം. 1 കപ്പ് പഞ്ചാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരം അധികം വേണമെങ്കിൽ അധികം ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഞാൻ കുങ്കുമ പൂവാണ് ഇട്ട് കൊടുക്കുന്നുണ്ടത്. അപ്പോൾ അതും കൂടിയിട്ട് നന്നായിട്ട് തിളക്കാൻ വിടുക. അപ്പോൾ ആ കുങ്കുമപ്പൂവിൻ്റെ കളറൊക്കെ ഒന്ന് ഇറങ്ങി കിട്ടും. അതുവരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കുക. അപ്പോൾ കുങ്കുമൻ്റെ കളറെല്ലാം കണ്ട നല്ല ഇറങ്ങി വന്നിട്ട് ഇനി നിങ്ങൾക്ക് ആ കളർ പോരാന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ചേർക്കുക, അല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാവുന്നതാണ്. അപ്പോൾ പിന്നെ ഞാൻ ബദാമും കുറച്ച് പിസ്താവും പൊടിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതും കൂടി ആഡാക്കി കൊടുക്കുക നിങ്ങൾ. അപ്പോൾ പാലെല്ലാം കുറുകിയിട്ട് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രസമലായിൻ്റെ പേടവും നല്ല ഒരു സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ വെള്ളം ഒന്ന് ഊറ്റിയിട്ട് ആ പാലിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് നല്ല തണുപ്പോട് കൂടി കഴിച്ച് നല്ല ഒരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതേപോലത്തെ വീഡിയോയുമായി നാളെ കാണാം. ബൈ ബൈ.